ഹലോ 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 നമുക്കിതൊരു പാലക്കാടിലൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാലോ. പരിപ്പിച്ചാറ്. അതിന് വേണ്ടി കുമ്പളങ്ങ, മുരിങ്ങക്കോല്, പൊട്ടറ്റോ, വഴുതനങ്ങ, തക്കാളി, പിന്നെ മുളക്, ഉള്ളി, സവാള, പച്ചമാങ്ങ. അത് തന്നെ കുറച്ച് പരിപ്പിന് നമുക്ക് സോക്ക് ചെയ്യണം. ഇന്ന് തന്നെ അമ്മായിമ്മ ഉണ്ടാക്കുന്ന പാലക്കാട് സ്പെഷ്യൽ കറിയാണ്. ഇവിടെ മാത്രമേ ഈ കറി ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എറണാകുളത്തൊന്നുമില്ല. ഇപ്പോൾ പരിപ്പിട്ടു, അതിലേക്ക് തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ പൊട്ടറ്റോ ആഡ് ചെയ്യാം കേട്ടോ. പൊട്ടറ്റോക്ക് വേവ് കൂടുതലാണെങ്കിൽ ഇതിട്ടിട്ട് നമുക്ക് ഒരു 2-3 വിസിൽ വെക്കാം. ഉപ്പിടണ്ട. ഉപ്പിട്ട് കഴിഞ്ഞാൽ പരിപ്പ് വേഗില്ല എന്നാണ് പറയാം. ഒരു 2-3 വിസിൽ വെക്കുക. അതവിടെ നിന്നാവട്ടെ. ഈ ടൈമിൽ നമുക്ക് വെജിറ്റബിൾസിനെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വഴുതനങ്ങ എടുക്കുന്നുണ്ട്, പിന്നെ മുരിങ്ങക്കോല്, പിന്നെ പൊട്ടറ്റോ, പിന്നെ സവാള, പിന്നെ കുമ്പളങ്ങ, പച്ചമാങ്ങ ഇപ്പോൾ ഇടണ്ടാട്ടോ, പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഇത് കുക്കാവാനുള്ള അത്ര വെള്ളം ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അടുപ്പിൽ വയ്ക്കാം. ഒരു നല്ലൊരു തള വരട്ടെ. ആദ്യത്തെ തളയല്ല, 2ാമത്തെ തള വരുമ്പോൾ നമുക്ക് പച്ചമാങ്ങ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പുളിയാവും, പിന്നെ മാങ്ങ അരിഞ്ഞു പോകുന്ന പറയും. ഉപ്പിട്ടു, നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അതായത് ഒരു സാമ്പാറിൻ്റെ ഒരു വേറൊരു തരം. പിന്നെ അതിലേക്ക് മല്ലിയിലയും വേപ്പിലയും ഇട്ടു, നല്ലോണം മിക്സ് ചെയ്തു, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് കുക്കാവട്ടെ. പിന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയും കുറച്ച് ജീരകവും ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ടോ. ഇതാ ഒരു തള വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമാങ്ങ ആഡ് ചെയ്യാം. അതാണ് ഉപ്പിട്ട് കൊടുത്തത്. പച്ചമാങ്ങ ഇട്ടു. അതൊരു 2-3 തള വരട്ടെ. അതായത് വെജിറ്റബിൾസ് ഓൾമോസ്റ്റ് കുക്കാവണം. ഒരുപാട് ഉടഞ്ഞു പോകരുത് കേട്ടോ ഈ മുരിങ്ങക്കോലൊക്കെ. പിന്നെ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പരിപ്പാക്കിയില്ലേ, വേവിച്ച് കുക്ക് ചെയ്ത് വെച്ച പരിപ്പ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ചില്ലേ, അരപ്പ് തേങ്ങയുടെ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2-3 തള വരണം കേട്ടോ. നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ ഇത് അടിപൊളിയാണ്. അപ്പത്തിൻ്റെ ഒപ്പം, ചോറിൻ്റെ ഒപ്പമാണ് മെയിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുക. പിന്നെ അതിന് താളിക്കുക: ഉള്ളി, കടുക്, കറിവേപ്പില, ജീരകം. ഇതെല്ലാം കൂടി ഇട്ട് താളിച്ച് നമ്മൾ